പാലക്കാട് ജില്ലയിലും കോളനികളുടെ പേരുകൾ മാറ്റി നഗറുകളാക്കി ബോർഡുകൾ സ്ഥാപിച്ചു തുടങ്ങി. ശ്രീകൃഷ്ണപുരം പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ നെല്ലൂർതൊടി നഗറും മണ്ണാർക്കാട് നഗരസഭയിലെ നായടിക്കുന്ന് കോളനി ഐശ്വര്യനഗറുമായി. മന്ത്രി കെ രാധാകൃഷ്ണൻ സ്ഥാനമൊഴിയിന് മുൻപെടുത്ത തീരുമാനം ഏറ്റെടുത്തിരിക്കുകയാണ് കേരളം. കാലങ്ങളായി തുടരുന്ന കോളനി മേൽവിലാസത്തിൽ നിന്നും പുതിയ പേരിലേക്ക് മാറിയപ്പോൾ സന്തോഷത്തിലാണ് പ്രദേശവാസികൾ. ശ്രീകൃഷ്ണപുരം പൂക്കോട്ടുകാവ് പഞ്ചായത്തിലെ നെല്ലൂർതൊടി കോളനി നെല്ലൂർതൊടി നഗർ ആക്കിയതിൽ അഭിമാനമുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. മന്ത്രി ഞങ്ങൾക്ക് തരുന്ന അഭിമാനം എത്രയും നല്ല കാര്യമാണ്. വലിയ വിപ്ലവകരമായ മാറ്റം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇടതുപക്ഷം എടുത്തതിൽ ഏറ്റവും ധീരമായ തീരുമാനം അല്ലെങ്കിൽ വിപ്ലവകരമായ തീരുമാനം, ഇടതുപക്ഷം നെഞ്ചോട് ചേർത്ത് പിടിച്ച തീരുമാനം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തുല്യത സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ നടത്തിയത്. മണ്ണാർക്കാട് നഗരസഭയിലെ നായാടിക്കുന്ന് SC കോളനി ഇനി മുതൽ ഐശ്വര്യനഗർ എന്നാണ് അറിയപ്പെടുക. കൗൺസിലർ മൻസൂറിൻ്റെ നേതൃത്വത്തിൽ പൊതുയോഗം ചേർന്നാണ് പുതിയ പേര് തീരുമാനിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരോട് അവരുടെ ഇഷ്ടപ്രകാരം പറ്റിയ പേരെന്താണ് എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നാടിനെ ഐശ്വര്യനഗർ എന്നാണ് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് കാലത്തിൻ്റെ പിന്തുടർച്ചയെന്നോണമാണ് കോളനികളെന്ന് വിളിക്കപ്പെട്ടത്. പിന്നീട് കോളനിക്കാർ എന്നത് മോശം വിശേഷണമായി. അതിനാണ് അന്തിമമായിരിക്കുന്നത്. വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ഉത്തരവിട്ടുകൊണ്ടാണ് മന്ത്രിസഭയിൽ നിന്നും കെ രാധാകൃഷ്ണൻ പടിയിറങ്ങിയത്. കോളനി, ഊര് തുടങ്ങിയ പദങ്ങൾക്ക് പകരം നഗർ, ഉന്നതി, പ്രകൃതി തുടങ്ങിയ പദങ്ങൾ ഉപയോഗിക്കണമെന്നാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്, പാലക്കാട്.